മാങ്ങിയിട്ട് മത്തിക്കറി ആക്കി കൊയക്കുറവാക്കി അലക്കലും കഴിഞ്ഞ് കുറച്ചൊന്നാളൊന്ന് നടുനീർക്കാൻ വിചാരിക്കുമ്പോ ഇതാ ആദ്യം കൊണ്ടുവന്ന് ചോക്കറ ഇരുന്നിട്ട് അവിടുന്ന് ചിരിക്കും നോക്കറാ അടി ഇരുന്നിട്ട്. എന്റെ ഈശ്വര, മീൻ കൊണ്ടുവന്നാലും കുറ്റം, കൊണ്ടുവന്നിട്ടേ കുറ്റം. അതോ വെറൈറ്റി മീനാണ്. മീൻകാരൻ പറഞ്ഞു ഇതാ നല്ല വെറൈറ്റി മീനാണെന്നിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരും, പിന്നെ വാങ്ങാണ്ടിരിക്കാൻ കഴിയാ. നീ നോക്കണത് നിങ്ങളൊരു വെറൈറ്റി മീനും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല ഇങ്ങനത്തെ മീൻ. ഇതെന്നാ സംഭവം അപ്പൊക്ക്? ഇതാണ് ഇതാ ഇതാണ് പുഴമാന്ത. കടൽ മാന്തയല്ല, പുഴമാന്ത. പുഴ നങ്ക് എന്നെല്ലാം പറയും കേട്ടാ. അതാണ് ഇത് കണ്ടാൽ വേണി കണ്ടിക്കാൻ കഴിയുക. ഇതാ ആദ്യമായിട്ട് ഇതേ സാധനം ഞാൻ കാണുന്നേ. അപ്പൊ എന്താ ഇതിന്റെ ടേസ്റ്റ് അറിയണ്ടേ, അതുകൊണ്ടാ വാങ്ങി. അപ്പൊ ഇതിന്റെ തോല് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെ ആക്കി വിട്ടോ തോല് പൊളിക്കാൻ. കൊണ്ടുവന്നാളെന്നെ പൊളിച്ചോ ഇങ്ങനത്തെ സാധനം കൊണ്ടുവന്നാലേ. പക്ഷെ ഇത് നേക്കിലേറ്റോട്ടോ, വേഗം ഇതാ ഈസിയാണ് സംഭവം. ഇതാ സാധാ പോലെ തന്നെയാണ്. ഇതാ ഇവിടെ മീൻ കണ്ട് പേടിച്ചു പോകുന്നു. ഇതാ ഉണ്ടാ തോലെല്ലാം കിട്ടുന്നുണ്ട്. കുറച്ച് മറ്റേ മാതിനെ കാട്ടിയും കുറച്ചും കൂടെ തോല് കട്ടിയുണ്ട് കേട്ടോ. ഇപ്പൊ പിടുത്തുണ്ട്. നല്ല പണി വെണ്ണീരിതാ അടുത്ത സൈഡ് തന്നെ ഉണ്ട് കേട്ടാ. വെണ്ണീര് കൂട്ടാൻ മതി പിടിക്ക. നല്ല ടേസ്റ്റിലെ മീനായിക്കോട്ടെ, പുഴ മീനായോണ്ട്. അപ്പൊ ഇന്ന് പൊളിക്കട്ടല്ലോ തോലി. ഒരു ആനയെ കിട്ടിയിരുന്നെങ്കിൽ പറഞ്ഞ നമുക്ക് പൊളിക്കാം. രണ്ടെണ്ണം പൊളിക്കുമ്പോ നിങ്ങക്ക് മതിയായില്ലേ? എനിക്ക് മതി നന്നായിട്ട്. കൊണ്ടെന്ന് പോയില്ലേ? നീ ഡയലോഗ് അടിക്കാണ്ട് എനിക്ക് പൊളിക്കാനാവൂലല്ല. ഞാൻ പൊളിക്കൂല. പിന്നെ ഡയലോഗ് അടിക്കില്ല. കുറച്ച് സമയം പിടിക്കൂട്ടാ. ഞാൻ പെട്ടെന്നാക്കും. കുറച്ച് സമയം പിടിക്കും. കണ്ടേരം തന്നെ പോയി. ഈ ചൂടുവെള്ളാട്ട് ഒഴിച്ചു വെക്കല്ല, അങ്ങനെ എന്തോ ഉണ്ട് തോന്നി. അപ്പൊ ഇത് പെട്ടെന്ന് പൊളിക്കട്ടെ. പെട്ടെന്നാവൂല, കുറച്ച് പണിയുണ്ട്. പൊളിച്ചെടുക്കട്ടെ. ഏതായാലും മീൻ കൊണ്ടുവന്നു പോയില്ലേ? അതിന്റെ അരികെല്ലാം ഞാൻ മുറിച്ചതാ. നീ ഒന്നും മുറിക്കണ്ട, ഞാൻ ഇരുന്നാ മതി. തോല് പൊളിച്ചായ കൊറേ സമയല്ല അങ്ങനെ തന്നെ ട്ടാ. ഞാനിത് അച്ഛനോട് കൊടുക്കട്ടെ. അതാണെങ്കിൽ 2-3 മണി തന്നെ. ഇത് മടിയാങ്ങ നിനക്കെല്ലാം. ഇത് വലിയ പണിയൊന്നും ഇല്ല കേട്ടാ. ഇതാ പൊളിച്ചെടുക്കാൻ മടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങനെ തന്നെയാണ്. റെഡിയായി. ഇത് 1.5 അത് നീ അച്ഛനെ കൊണ്ട് കൊടുത്തിട്ട് വാ. അമ്മ അച്ഛനവിടെ കാത്തിക്കുന്നുണ്ടാവും. ഇത് പിന്നെയായിട്ടും കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാന്തേരെ തോലെല്ലാം നല്ല വൃത്തി കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഴ മാന്തേരെ കുറച്ച് പണിയുണ്ട് കേട്ടാ. ഈ സൈഡിൽ ഇങ്ങനെ വലിക്കണം കേട്ടാ. ഈ സൈഡിൽ വലിച്ചു കഴിഞ്ഞാൽ ഇത് വേഗം കിട്ടല്. മറ്റേ മാന്തേനെ പോലെയല്ല ഇത്. പക്ഷെ നല്ല മാംസമുള്ള മീനാണ്. അപ്പോൾ ലത അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. നീ എന്താ കോഴക്ക കൊണ്ട് കൊടുക്കാൻ? ഉപ്പിട്ടിച്ച നല്ല അടിപൊളിയായിട്ട് വറുത്തിച്ചിനെ ഉപ്പിട്ടിച്ച ടേസ്റ്റ് നോക്കാൻ ഒന്ന് എടുത്ത് നോക്കുമ്പോ ഉപ്പില്ല. അതാ അച്ഛൻ കൊടുക്കാൻ. എന്നാ പിന്നെ വൈകുന്നേരം കൊടുത്തു. ഞാനും വിചാരിച്ചു എന്താ കോഴക്ക കൊണ്ട് കൊടുക്കാൻ. നീ കോഴക്ക ആക്കിയും പറഞ്ഞു. എന്താ ഇതാ മുറിച്ച് റെഡിയാക്കിയാ ഉണ്ടാ. ഇനി ഞാൻ കഴുകി തരണേ. ഇത് കഴുകി തരും വേണ. അത് ചെയ്യാ വേണമെങ്കിൽ. ഇനി സൈഡ് മുറിക്കേണ്ടി വരുവാ. വേഗം നോക്ക്. വെണ്ണീരിടാന്ന് കിട്ടുന്നില്ല. ആ ചെറുത് കുറച്ച് പണിയുണ്ട്. വലുതെല്ലാം ഇല്ല, പണിയൊന്നുമില്ല. പൊരിക്കാവുന്നു അല്ലേ? അല്ലേ പൊരിക്കാവുന്നു. ഇത് പൊരിക്കാം. അപ്പോൾ 4 മാന്തമീൻ എടുത്തിട്ടുണ്ടേ. അത് മാത്രം ഇപ്പം പൊരിക്കുക. ബാക്കിയെല്ലാം വൈകുന്നേരം ആക്കിയിട്ട് അച്ഛനും കൊടുക്കണം, അമ്മക്കും കൊടുക്കണം. പിള്ളേരെല്ലാം വരാണ്ട് അത്ര അല്ലേ. കുറച്ചും അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാത്രം അല്ലേ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവ പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചിയുടെ കഷ്ണം, വെളുത്തുള്ളി, ബാക്കി പറയാം. ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്പിൾ മസാലയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയേ, പാകത്തിന് ഉപ്പ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇറക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന്
പിടിപ്പിക്കട്ടെ. നീ അപ്പോൾ തീ കത്തിക്കോ. പാട് വൈകി കിട്ടാ. അതിൻ്റെ തോല് കളയാൻ കുറച്ച് സമയം പിടിച്ചു. ഞാൻ ഇപ്പോൾ മണിക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മീൻ. കുറച്ചെല്ലാം പണിയെടുക്കണം, എന്നാലേ ടേസ്റ്റിൽ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ചില മീൻ നല്ല ടേസ്റ്റ് ആയി. ഇത് നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ട് എന്ന്. തിന്നാലേ അറിയില്ല നിന്റെ ടേസ്റ്റ് എന്തുണ്ട്. അതെയാ, നീ തിന്നോക്കിനെയാ? അപ്പോൾ അല്ലാതെയാർന്ന് അടുപ്പ് കത്തിയിരിക്കുന്ന തീ പിടിച്ചിട്ടുണ്ട്. നല്ലോണം കത്തുന്നു. വെച്ചോ വെച്ചോ വെച്ചോ. വിശന്നിട്ട് കണ്ടപ്പോഴാണ് ഇരിക്കുന്നു. മീൻ വാങ്ങി വരുമ്പോൾ തന്നെ സമയം ആയിട്ടേ 12 മണി ആയിട്ടേ. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കറിവേപ്പില വെച്ച് കൊടുക്കാം. കരിവേപ്പില വെളിച്ചെണ്ണ പൊരിയുമ്പോൾ എന്താ സ്മെല്ല് അല്ലേ? നമ്മുടെ മീനും കൂടെ വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കൂട്ടുന്നു മീൻ, അതുകൊണ്ടാ വാങ്ങി. മാന്ത പറഞ്ഞ ഇത് മച്ചമാന്തയല്ലേ, പുഴമാന്തയല്ലേ? മച്ചമാന്ത കൂട്ടുന്നില്ലേ? മീൻ പൊരിയുമ്പോൾ പ്രത്യേക മണമല്ല അല്ലേ? ആയാ ഇതൊന്ന് വറുത്തിട്ടത് ആവുന്നത്ര കുറച്ചുകൂടെ പൊരിയാനുണ്ട്. നാവിൽ കപ്പലോടുന്നു, നാവിൽ കപ്പലോടുന്നു. മറിച്ചിട്ടോ അധികം പൊരിയുണ്ടോ കേട്ടോ, അത്രേ പൊരിയുള്ളൂ. എന്നാലും ആ മീനിന്റെ തനതായ രുചി കിട്ടൂല. അത് പൊരിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കാം. അപ്പോൾ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴമാന്ത പൊരിച്ചത്, നമ്മുടെ പച്ചമാങ്ങയിട്ട മത്തിക്കറിയുണ്ട്, കോയക്ക വറവ്, ചോറ് കോരിക്കോ. ചൂട് ചോറ് നല്ല ഇന്ന് വൈകിട്ടാണ്. നമ്മുടെ കറി ചാറ് വയ്ക്കും. ചാറ് 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 ഇനി ഇന്നത്തെ സ്പെഷ്യൽ പുഴമാന്ത. പൊള്ളിച്ചെന്ന് പറയാം, പൊരിച്ചതെന്ന് പറയാം അല്ലേ? ഒരു 2 എണ്ണം എടുത്ത് വെക്കാം. ഞാൻ അത്രയും കഷ്ടപ്പെട്ടതാണ്. ഇത് പണിയെടുക്കാതാക്ക്. മടി 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 മടിച്ച് മടിച്ച് മലവെള്ളം കുടിച്ച്. നമ്മുടെ കോയക്കോറ് വിട്ടറാ. നീ ഒന്ന് കൈവാർക്കുന്നുണ്ടാ? ആദ്യം നമ്മുടെ മടിച്ച് പവറിന് തന്നെ ആദ്യം ഇത് ഞാനാക്കിന്. ഇത് മുറിച്ചതിന് ഞങ്ങൾക്ക് വലിയത് നീ അത് നോക്കറ. മുറിക്കാനുള്ള പണി തോലുകളെ കഷ്ണം തിന്നു നോക്കറ. ഇവള് തിന്നിട്ടുണ്ട്. ഇവള് വീട്ടാക്കലുണ്ടോ? ഇവിടെ അമ്മ തന്നെ തോല് പൊടിച്ചു കൊടുക്കല്. രസമുണ്ടാ അല്ലേ? പച്ചക്കുരുമുളകില്ലേ, അതിന്റെ ടേസ്റ്റ് വെളുത്തുള്ളി അടിപൊളിയാ. ഞാൻ കഴിക്കട്ടെ. എന്നാ പിന്നെ ഒരു പിടുത്തം പിടിച്ചേക്കാം അല്ലേ? ആദ്യം നമ്മുടെ പച്ചമാങ്ങിട്ട മത്തിക്കറി, ഒരു മീൻ്റെ ഇത് സ്വന്തം ഒന്ന് കഴിച്ചോട്ടെ. പൊരിക്കാൻ പറ്റിയ മീനാണ് കേട്ടോ. സംഭവം സൂപ്പർ. മത്തിക്കറി അടിപൊളി. പച്ചമാങ്ങിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞു മത്തിയാണ്. മീനിൻ്റെ മസാലയാണ് കേട്ടോ. കറിവേപ്പില മീനിട്ട് കുഴച്ചെടുക്കാം. മസാലയും ചോറും എല്ലാം എടുത്താം.
മസാലയും ടോപ്പ്, മീനും ടോപ്പ്. ചോറും മീൻ പൊരിച്ചതും. ഒന്നും പറയാനില്ല. അതാണ് പണിയെടുത്തതിൻ്റെ എന്നാണ് ഗുണമുണ്ട്. ഞാൻ ഇനി കണ്ട ഇതും ആദ്യം ഇതുപോലത്തെ മണിക്കോട്ടെ നല്ല രുചിയുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ട എന്നാണ് നല്ല ടേസ്റ്റിന് കഴിക്കാൻ പറ്റുമെങ്കിൽ. എന്താ ഓക്കെ. ചോറ് കുറച്ചുകൂടെ വേണ്ടിയിട്ടുണ്ടല്ലേ. എയർപ്ലെയിൻ തകർന്നു അല്ലേ? പച്ചമാങ്ങ കോയക്ക നോക്കണം. കോയക്ക നാടൻ കോയക്കാണേ. നാടൻ കോയക്ക എവിടെ നിന്നുണ്ടാകും കിട്ടിയാൽ വാങ്ങാം. നാടൻ പച്ചക്കറി ആയാലും നാടൻ കോയക്കായാലും പുഴമീനായാലും നമ്മൾ വിൽക്കൻസാണ്. കുറച്ച് ചോറ് നമുക്ക് ആയിക്കോട്ടെ. ഓക്കെ.